അടുത്ത ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാൻ, കാരണം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഡോക്ടർ സ്വാമിനാഥൻ്റെ പ്രഭാഷണമാണ്. സ്വാമിനാഥൻ. Om Shanti, good evening and Namaskaram. On behalf of the Brahma Kumaris Social Service Wing, I take this opportunity to heartily welcome each and every one of you. समाज सेवा प्रभाग ब्रह्मा कुमारीज की तरफ से हम आप सभी का बहुत दिल से, स्नेह से, प्यार से आपका स्वागत करते हैं. വളരെ സന്തോഷമുള്ള ദിവസമാണ് ഈ ഡിവൈൻ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്യാമ്പയിനിലാണ് നടക്കുന്നത്. നേരത്തെ സൗമ്യ സിസ്റ്റർ പറഞ്ഞ മാതിരി ഈ ക്യാമ്പയിൻ്റെ പ്ലാനിങ് നമ്മൾ എപ്പോഴാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ജൂലൈ 31, 2024 നമ്മുടെ വയനാട് ദുരന്തമുള്ള സമയത്താണ്. നമ്മൾ ഈ ന്യൂസ് കേട്ടപാട് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാടി പിടിച്ചിട്ട് ചൂരൽമലയും അവിടത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലോ എന്ന് സംശയമായിരുന്നു. വളരെ കൂടുതൽ മീഡിയ അറ്റൻഷൻ ഉണ്ടായിരുന്നു. പബ്ലിക് ആകെ മൊത്തം വെപ്രാളത്തിലായിരുന്നു. ദർ വാസ് ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ ചാലഞ്ചസ് ദാറ്റ് വാസ് ഹാപ്പനിങ് ദെയർ. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മകുമാരീസിനെ സോഷ്യൽ സർവീസ് വിംഗിൽ മീറ്റിങ്ങിൽ ഡിസൈഡ് ചെയ്തത് നമ്മൾ ഒരാഴ്ച ആരൊക്കെ ആത്മക്കൾ അവിടെ ശരീരം വിട്ടത് അവർക്ക് വേണ്ടിയിട്ട് മനസാ സേവ നമ്മൾ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കലി ആയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും നമുക്ക് സേവ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യാം. ഒരു മാസം കഴിഞ്ഞിട്ട് വി കോൺടാക്റ്റഡ് ദ കാലിക്കറ്റ് ആൻഡ് ദ വയനാട് സെൻറ്റർ ഓഫ് ബ്രഹ്മ കുമാരീസ്. അവിടുത്തെ പൊളിറ്റിക്കൽ സ്പെക്ട്രമും സോഷ്യൽ സ്പെക്ട്രമായിട്ട് നമ്മൾ ടച്ചിൽ വന്നു. നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞത് അവിടുത്തെ കുറേ ഫാമിലീസിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവൻ്റെയൊക്കെ ആവശ്യം ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് സർവേ ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളില്ല അത് നമുക്ക് ലിസ്റ്റ് തരണം. നമ്മളൊരു ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ എത്രയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാൻ നോക്കാം. ബിക്കോസ് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാമും എല്ലാ പ്രോഗ്രാമും നമ്മുടെ സൗജന്യമാണ്. നമ്മുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ യാതൊരു ഫീസ് ആരുടെ അടുത്തും വാങ്ങിക്കാറില്ല. ഈ സ്ഥാപനം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ സെൻറ്ററിൽ വരുന്ന കുട്ടികൾ അവനെ തന്നെ ധനം വെച്ചിട്ട് സേവ ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റിന് ഒരു ലിമിറ്റേഷനുണ്ട്. പക്ഷേ എല്ലാ ലിമിറ്റേഷൻ നോക്കിയിട്ട് നമുക്ക് കുറേ ഫാമിലീസിൻ്റെ ലിസ്റ്റ് വന്നു. അങ്ങനെ നമ്മുടെ ക്യാമ്പയിൻ്റെ 5 പേര് ഡിസൈഡ് ചെയ്തു മൗണ്ട് അബു നിന്ന് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ദ ഫസ്റ്റ് ഏതായാലും ഇവിടെ വരുന്ന സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു ഒരു ക്യാമ്പയിനായിട്ട് നമുക്ക് പോവാം. അപ്പം നമ്മുടെ ഈ നോർത്ത് കേരള, ദാറ്റ് ഈസ് ഫ്രം കൊച്ചിൻ ടു കണ്ണൂർ, നമ്മുടെ ബ്രഹ്മകുമാരീസിനെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ വരുന്നത് മൈസൂർ സബ് സോണിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 1 ഡിസംബർ 2024 സൺഡേയിൽ കൊച്ചി വന്നിട്ട് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം അവിടെ സേവ ചെയ്തിട്ട് നമ്മൾ വി ഓൾ റീച്ച്ഡ് കാലിക്കറ്റിൽ 2 ദിവസം സേവ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിരുന്നു വയനാട്. ചൂരൽമലയും മുണ്ടക്കൈയും നമ്മൾ പോയി. അവിടുത്തെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അവിടെ എത്തിയിട്ട് ആ സ്ഥലം കണ്ടിട്ട് അവിടെ കുറേ മനസ്സുകൊണ്ട് നമ്മൾ നല്ല വൈബ്രേഷൻസ് കൊടുക്കാൻ ശ്രമിച്ചു. 8 ഡിസംബർ നമ്മുടെ അവിടുത്തെ കുറേ ഫാമിലീസിന് അവന് ആവശ്യപ്പെട്ട സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ കണ്ണൂരേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു ക്യാമ്പയിനിൽ ഒന്ന് എഫക്റ്റഡായ വിക്ടിംസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഈ സമൂഹത്തിൽ കുറേ പേര് ഇൻകോഗ്നിറ്റോ ആയിട്ട് അജ്ഞാതനായിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഈ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ റോട്ടറി, ലയൺസ് ക്ലബ്, കുറേ NGOs മാത്രമല്ല. വി അക്നോളേജ് ദം. പക്ഷേ നമ്മുടെ കൺസെപ്റ്റിൽ ആരൊക്കെയാണ് ഈ സമൂഹത്തിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതും അതൊരു വലിയ സോഷ്യൽ സർവീസാണ്. ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, ആർമിയിൽ വർക്ക് ചെയ്യുന്നത്, സിമ്പിളായ കൃഷിക്കനും. A farmer is also a social worker, right? വീട്ടിലെ ഒരു സാധാരണ ഗൃഹിണിയും നല്ലൊരു സോഷ്യൽ വർക്കറാണ്. ആണല്ലോ? നീ നാട്ടുകാരൊന്നും പറയുന്നില്ല. ആണോ? നന്നായിട്ടൊന്ന് കൈയടിച്ചാട്ടെ. പിന്നെ ഈ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ NGOs മാത്രമല്ല. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ബ്രഹ്മകുമാരി സോഷ്യൽ സർവീസ്. അങ്ങനെ ഇന്ന് നമ്മൾ നിങ്ങളെല്ലാവരും വിളിച്ചത് വളരെ സ്നേഹത്തോട്
the Brahma Kumaris would love to acknowledge you, honor you. It's a great pleasure to honor all of you. പക്ഷേ നമ്മുടെ ഈ കീ തീം ഞാനൊരു കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയാൻ ശ്രമിക്കാം. The main topic of today's this particular campaign is happy, healthy and harmonious society through spiritual empowerment. ഞാൻ മൊത്തം ഇന്ത്യയിൽ ഈ സോഷ്യൽ സർവീസ് വിങ്ങിൻ്റെ പ്രോഗ്രാമിന് പോകാറുണ്ട്. എപ്പോൾ ഞാൻ കേരളത്തിനൊരു ഉദാഹരണമാണ് ഞാൻ പറയാറില്ല. I will again tell a very wonderful story of Kerala which really inspired me and motivated me. It was on 7th August 2020. കോവിഡിൻ്റെ പീക്കില്ല സമയത്താണ്, എല്ലാവരും വീട്ടിൻ്റെ അകത്ത് ബന്ധില്ല സമയത്താണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സ്കീം ലോഞ്ച് ചെയ്തു. പുറത്തിൽ എത്ര ഭാരത്വാസി ഉള്ളത് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വന്ദേ ഭാരത് മിഷൻ അവർ പുറപ്പെട്ടു. അങ്ങനെ ഒരു എയർ ഇന്ത്യേൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റ് 1344 ദുബായിൽ നിന്ന് പുറപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ വാസ് കാലിക്കറ്റ്. വൈകുന്നേരം ഒരു 7:30 സമയത്താണ് ഇതിൻ്റെ ലാൻഡിങ് ടൈം കാണിച്ചത്. ആഗസ്റ്റ് 7 ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റ് കാലിക്കറ്റ് എയർ സ്ട്രിപ്പിൽ ടച്ച് ചെയ്ത പാട് അവർക്ക് എന്തോ കൺട്രോൾ കിട്ടിയിട്ടില്ല. ആൻഡ് ഇറ്റ് ഹാഡ് എ വെരി ഫേറ്റൽ ആക്സിഡൻറ്റ്. അതൊരു വലിയൊരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചു. ഈ ആക്സിഡൻറ്റ് നടന്ന പാട് ദ ഡിസ്ട്രിക്ട് കളക്ടർ വാസ് ഇൻ ചാർജ് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൽ ഇമ്മീഡിയറ്റ്ലി ആക്ടിവേറ്റഡ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൽ. എല്ലാ ഓഫീസേഴ്സും മീറ്റിങ്ങിലേക്ക് വന്നു. അപ്പോൾ ഓരോരോ ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസസ് അവിടെ എത്തണം, ഫയർ ഫൈറ്റിംഗ് മെഷീൻസ് എത്തണം, ഹോസ്പിറ്റൽസ് ആക്ടിവേറ്റ് ആവണം, ഡോക്ടേഴ്സ് നഴ്സസ് എല്ലാവരും എത്തണം. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഒരു ഓഫീസർ കളക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, സർ വി ഹാവ് എ വെരി ബിഗ് ചാലഞ്ച്. എന്ത് ചാലഞ്ചാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സർ മോർ ദാൻ 160 പാസഞ്ചേഴ്സ് ആർ ദയർ വിത്ത് 5 ക്രൂ മെമ്പേഴ്സ് വിത്ത് 2 പൈലറ്റ്സ്. കുറേയൊക്കെ ഇഞ്ചേർഡാണ്, നമുക്ക് ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് കിട്ടുന്നത്. ആംബുലൻസസ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ചാണ് സീവിയർ ഷോർട്ടേജ് ഓഫ് ബ്ലഡ്. കോവിഡിലെ സമയത്ത് അത്ര ബ്ലഡിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം ബ്ലഡ് ബാങ്ക് നമ്മൾ ശേഖരിച്ച് വെച്ചില്ല. അപ്പോൾ കളക്ടർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇമ്മീഡിയറ്റ്ലി പബ്ലിക് ഡൊമൈനിൽ ഫ്ലാഷ് ചെയ്യും ന്യൂസ്, ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് പബ്ലിക്കിനടുത്ത്, നിങ്ങൾ ബ്ലഡ് ക്യാമ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിൽ വന്നിട്ട് നിങ്ങൾ 300 ml ബ്ലഡ് എന്തായാലും ശരി കൊടുക്കണം. അപ്പോൾ ഓഫീസർ interjected and said, sir, there is a major problem and that is a protocol. സെൻട്രൽ ഗവൺമെൻറ് പ്രോട്ടോക്കോൾ ആയിരുന്നു, ആരൊക്കെ പബ്ലിക് ടച്ചിൽ വരുന്നത് അവരെന്തായാലും ശരി കമ്പൽസറി 7 days ക്വാറൻറ്റൈൻ ആയിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തായാലും ശരി പ്രോട്ടോക്കോൾ പറഞ്ഞേ പറ്റൂ. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഫ്ലാഷ് നമുക്ക് ബ്ലഡിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾ എന്തായാലും ശരി വരണം. പക്ഷേ ആരെങ്കിലും പബ്ലിക് കോൺടാക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ 300 ml ബ്ലഡ് കൊടുത്ത പാട് നിങ്ങൾ കമ്പൽസറി ക്വാറൻറ്റൈനിൽ പോകേണ്ടി വരും, മിനിമം 7 ദിവസം. അപ്പോൾ ഓഫീസർ പറഞ്ഞു, സാർ ഇങ്ങനെ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യക്കൊട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. അപ്പോൾ കളക്ടർ പറഞ്ഞു, വി കനോട്ട് ചേഞ്ച് ദ പ്രോട്ടോക്കോൾ. ഇങ്ങനത്തെ ന്യൂസ് ഫ്ലാഷ് ഈ മീൻ വൈൽ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് ഡൽഹി സംസാരിച്ചിട്ട് പ്രോട്ടോക്കോളിന് ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. ഒരു 8:05 ആകുമ്പോഴത്തേക്ക് എല്ലാ ന്യൂസ് ചാനലിലും ഫ്ലാഷ് ആവാൻ തുടങ്ങി. എല്ലാ മീഡിയ റിപ്പോർട്ടേഴ്സിനൊക്കെ വളരെ കൂടുതൽ ഒരു ആകാംക്ഷ ആയിരുന്നു, ആൾക്കാർ വരുമോ ഇല്ലോ. ബൈ 8:15 അത് മലപ്പുറം, കോഴിക്കോട്, വയനാട് എല്ലാ ഹോസ്പിറ്റൽ വേറെവർ ദർ വാസ് എ ബ്ലഡിൻ്റെ ഒരു ശേഖരം ചെയ്യേണ്ട ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ദർ വാസ് എ ഹ്യൂജ് ക്യൂ. ഭയങ്കര മഴയായിരുന്നു. കേണൽ സാബ് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്താട്ടെ. ദർ വാസ് എ ഹ്യൂജ് ക്യൂ. അപ്പോൾ ഈ മാധ്യമ റിപ്പോർട്ടർ എല്ലാവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ആർ യു അവെയർ, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ക്വാറൻറ്റൈൻ പോകേണ്ടി വരും. യെസ്, വി ആർ അവെയർ. വീണ്ടും നിങ്ങൾ ബ്ലഡ് കൊടുക്കുന്നുണ്ടോ? യെസ്, നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നില്ലേ. പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. ആ ഫുൾ ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് കാലിക്കറ്റ് എയർപ്ലെയിൻ്റെ ക്രാഷ്, പിറ്റേ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ കണ്ടത് കുറേ ആൾക്കാർ ഇങ്ങനെ ലൈനിൽ കുടയൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന ആ ദൃശ്യം. ആ റിപ്പോർട്ടർ വളരെ നല്ലൊരു കാര്യം പറഞ്ഞായിരുന്നു. ആൻഡ് ഇറ്റ് റിയലി ടച്ച്ഡ് മൈ ഹാർട്ട്. ഇംഗ്ലീഷിൽ അവർ എഴുതിയത്, ആഫ്റ്റർ ദിസ് ആക്സിഡൻറ്റ് ദ ലോങ് ക്യൂ ഓഫ് ദ പീപ്പിൾ told us, communicated a very powerful message, and the message was humanity and divinity is still existing in an individual. മാനവത്തെയും ദൈവത്വം ഉള്ളിൽ നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെന്ന് ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലായി. പക്ഷേ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടറിൻ്റെ വളരെ നല്ലതായിരുന്നു. അവർ ആ റിപ്പോർട്ടിനെ വൈൻഡപ്പ് എങ്ങനെയാണ് ചെയ്തതെന്നറിയോ? ഹി wrote in English, should we wait for another disaster to activate
ദ ഡിവിനിറ്റി ആൻഡ് ദ ഹ്യൂമാനിറ്റി വിത്തിൻ അസ്. ഇനി വേറെ ഒരു ദുരന്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കണോ? നമ്മുടെ ഉള്ളിലെ ആ ദൈവത്വത്തിനെ പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് എ സ്പിരിച്വൽ എംപവർമെൻറ്റ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. ഭയങ്കര കൂടുതൽ വ്യത്യാസമുണ്ട്. 100% ഡിഫറൻസ്, ഒരു 360 ഡിഗ്രി ഡിഫറൻസ് ആണ് റിലീജിയനും സ്പിരിച്വാലിറ്റിയും. ബ്രഹ്മകുമാരീസ് എങ്ങനെയാണ് സ്പിരിച്വൽ എംപവർമെൻറ്റ് ചെയ്യുന്നത്? റൈറ്റ്, ദർ വാസ് വൺ വെരി ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, വെരി ഇൻ്റലിജൻറ്റ് സയൻറ്റിസ്റ്റ്. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സർ ആൽബർട്ട് ഐൻസ്റ്റീൻ. അവൻ IQ പറയുന്നത് 155 155 IQ. എൻ്റെ ബോംബെ IIT കുട്ടികളുടെ IQ ഈസ് 105+. അതായത് ഐൻസ്റ്റീൻ നമ്മുടെ കാട്ടിയൊക്കെ കുറച്ച് ബുദ്ധിമാനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐൻസ്റ്റീൻ വർഷങ്ങൾ മുമ്പ് ഒരു നല്ലൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞത്, ഇഫ് ഐ ഹവ് ഗോട്ട് 1 hour ടു സേവ് ദിസ് പ്ലാനറ്റ് എർത്ത്, I would spend 55 minutes analyzing the problem and only 5 minutes to get on to the solution. അതായത് ഈ മൊത്തം ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 60 മിനിറ്റ് ഉണ്ടെങ്കിൽ 55 മിനിറ്റ് എന്തുകൊണ്ടാണ് പ്രോബ്ലം സംഭവിച്ചത് അത് ഞാൻ അനലൈസ് ചെയ്യും. 5 മിനിറ്റ് മാത്രമേ ഞാൻ സൊല്യൂഷനിലേക്ക് കടക്കുള്ളൂ. ദാറ്റ് വാസ് ഐൻസ്റ്റീൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഐൻസ്റ്റീൻ പറയുന്നത്, നോ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ഫ്രം ദ സെയിം കോൺഷ്യസ്നെസ് ദാറ്റ് യു ക്രിയേറ്റഡ് ഇറ്റ്. ഏതെങ്കിലും പ്രോബ്ലം, ഹാർഡ്വെയറിലൊരു പ്രോബ്ലം കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണമാണ് സോഫ്റ്റ്വെയർ. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അപ്പോൾ പ്രോബ്ലത്തിന് നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതിയാണ് അതിന് റെസ്പോൺസിബിൾ. അതേ മനസ്സിൻ്റെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല ആണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ എംപവർമെൻറ്റ് ബിഗിൻസ് വിത്ത് മേക്കിംഗ് അവർ മൈൻഡ് എ വെരി ഗുഡ് ഫ്രണ്ട്. നമ്മുടെ മനസ്സിന് നമ്മൾ നല്ലൊരു ഫ്രണ്ടാക്കി മാറ്റണം. റൈറ്റ്, ഇംഗ്ലീഷിലൊരു നല്ലൊരു ചൊല്ലുണ്ട്, വേർ യുവർ മൈൻഡ് ഗോസ് അറ്റൻഷൻ ഗോസ്. വേർ യുവർ അറ്റൻഷൻ ഗോസ്. ഞാൻ മാത്രം പറഞ്ഞില്ല, നിങ്ങളൊന്ന് എൻ്റെ ഒരുമിച്ച് പറ. ഓക്കെ, എല്ലാവരും പറ. വേർ, ഒച്ചത്ത് പറ. എൻ്റെ അമ്മ പേടിപ്പിക്കല്ല, കുറച്ച് സ്നേഹത്തോട് പറ. വേർ മൈൻഡ് ഗോസ് attention goes. Where attention goes, energy flows. Where energy flows, dash dash. എന്ത് ഡാഷ് ഡാഷ്? എൻ്റെ അമ്മേ, കേരള ഗോഡ്സ് ഓൺ കൺട്രി, ഭയങ്കര ബുദ്ധിമാൻ കൺട്രി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ 3 പേര് വന്നത്. താങ്ക് ഗോഡ് ഇവർക്ക് മലയാളം ഒന്നും മനസ്സിലാവില്ല, രക്ഷപ്പെട്ടു. वीरेंद्र भाई, हमारे केरला वाले लोग बड़े बुद्धिमान, 100% लिटरेसी, स्वच्छता चारों तरफ, अले हाँ. वेर एनर्जी फ्लोस എന്ത്? ലൈഫ് ഗ്രോസ്. എവിടെയാണ് ഊർജ എത്തുന്നത് അതേമാതിരി നമ്മുടെ ജീവിതം മുകളിലോട്ടേക്ക് വരും. അതേമാതിരി നമ്മുടെ ജീവിത ശൈലി ആയിരിക്കും. ഹെൽത്ത് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. ഡോക്ടേഴ്സ് എപ്പം പറയാറുണ്ട്, മോർ ദൻ 85% ഡിസീസസ് ആർ സൈക്കോസൊമാറ്റിക്. ഡിസ്ഈസ്, വെൻ ഐ എം നോട്ട് ഈസ് വിത്ത് മൈസെൽഫ്, ഐ സ്റ്റാർട്ട് ഇൻവൈറ്റിംഗ് ഡിസീസസ്. യെസ്, സൈക്കോസൊമാറ്റിക്. സൈക്കി എന്ന് പറഞ്ഞാൽ മനസ്സാണ്, സോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. റൈറ്റ്, നിങ്ങളെല്ലാവരും പല സോഷ്യൽ ലീഡേഴ്സൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ സർവീസ് ഇസ് ഓൾസോ മാനേജ്മെൻറ്റ്. നമ്മുടെ പ്രധാനമന്ത്രി ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, നിങ്ങളെല്ലാവരും ചെയ്യുന്ന മാനേജ്മെൻറ്റാണ്. വർഷങ്ങൾ മുമ്പേ ഞാൻ എൻ്റെ മുംബൈയിലെ MBA കുട്ടികളുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ഹൗ ഡു യു ഡിഫൈൻ മാനേജ്മെൻറ്റ്? അപ്പോൾ ഒരു കുട്ടി എണീച്ചിട്ട് പറഞ്ഞു, സർ, മാനേജ്മെൻറ്റ് ഈസ് മാനേജിങ് മെൻ ആൻഡ് വിമൻ, ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽ, മണി, മെഷീനറി, മെത്തഡോളജി. ബട്ട് ദിസ് 5M can only be managed when we are able to manage the 6th M. 6ാമത്തെ M ആണ് നമ്മുടെ മനസ്സ്. I asked my Mumbai students, LKG മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ എത്ര ശതമാനം സിലബസ് നിങ്ങളുടെ മനസ്സിനെ പറ്റി പഠിക്കുവാണ്? എൻ്റെ മുംബൈൻ്റെ കുട്ടികൾ വളരെ നല്ല കുട്ടികൾ. പുഞ്ചിരിയോടെ ഒരു കുട്ടി പറയാണ്, സർ, ഔട്ട് ഓഫ് സിലബസ് सरमन मन के बारे में नहीं पढ़ाते, फिर क्या पढ़ते और क्या पढ़ाते हैं? What are we learning and what are we teaching? It's something that we need to question, right? ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. I was the first student of Government Engineering College, കണ്ണൂർ, പുതിയ ക്യാമ്പസ്, മാങ്ങാട്ടുപറമ്പ്. ഞാൻ ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻ്റാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഐ വെൻറ്റ് ടു മുംബൈ. എനിക്കൊരു നല്ലൊരു ജോലി കിട്ടായിരുന്നു, ഡിസൈൻ എഞ്ചിനീയർ ഇൻ മുംബൈ.
അപ്പോൾ മുംബൈ എത്തിയിട്ട് നല്ല ജോലി കിട്ടിയിട്ട് ഞാൻ വിചാരിക്കും ഇനി ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ആദ്യം വളരെ സന്തോഷത്തോടെ ഡിസൈൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട് ഫാക്ടറിയിൽ കയറി. നല്ല ഓഫീസാണ്, AC ഓഫീസ്. ഭയങ്കര സന്തോഷത്തോടെ ജോലി കിട്ടി. എന്നെ കാട്ടി എന്നെ അച്ഛനും സന്തോഷമായിരുന്നു. ഏതായാലും മകൻ രക്ഷപ്പെട്ടല്ലോ. അവിടെ എത്തിയപാട് ഭയങ്കര സന്തോഷത്തോടെ എത്തിയപാട് ഞാൻ കാണുന്നത് എല്ലാ ആ ഓഫീസിലെ ആൾക്കാർ പറയുന്നത്, സ്വാമിനാഥൻ അഭി ക്യോ ആയേ, ഹം തോ ജാനേ കാ സോച്ച് രഹേ ഓർ ആപ് ആ ഗയേ യഹാ പർ. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേ, ഇത്രയൊക്കെ പഠിച്ചത് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണല്ലോ, ഇവരിൻ്റെയൊക്കെ അവസ്ഥ എന്തോന്ന് എൻ്റെ മനസ്സിലൊരു ഷോർട്ട് സർക്യൂട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഐ സോ ഓൾ അൺഹാപ്പി പീപ്പിൾ അറൗണ്ട് മീ. ട്രാഫിക് ഒരു കാരണമാവാം, അവിടുത്തെ പൊല്യൂഷനും പോപ്പുലേഷനും ഒരു കാരണമാവാം. അങ്ങനെയാണ് 1998 I was invited to a scientist engineers conference at Mount Abu. മുംബൈ ഇറ്റ് ഇസ് എൻ ഓവർനൈറ്റ് ജേർണി. 3 ദിവസം പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ബ്രഹ്മകുമാരീസിന് നല്ലൊരു സംസ്കാരമുണ്ട്, എല്ലാം ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് അവിടെ താമസം, ഭക്ഷണമുണ്ട്, ആര് പോവാത്തത്. ഞാൻ അവിടെ പോയി. അവിടെ എത്തിയിട്ടാണ് എനിക്ക് മനസ്സിലായത് ദ മിസ്സിങ് ഡയമെൻഷൻ വാസ് സ്പിരിച്വാലിറ്റി. സയൻസിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ പഠിച്ചു, എഞ്ചിനീയറിങ്ങിനെ പറ്റി കുറേ പഠിച്ചു. ബട്ട് ഫോർ അസ് സ്പിരിച്വാലിറ്റി ഈസ് ഔട്ട് ഓഫ് സിലബസ്. ആ 3 ദിവസം അവിടെ നിന്നിട്ട് ഐ ഹാഡ് എ വെരി വണ്ടർഫുൾ ചേഞ്ച് ഇൻ മൈ ലൈഫ്. അങ്ങനെ ഞാൻ അവിടുന്ന് മുംബൈ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തു. അങ്ങനെ അത് ഷിഫ്റ്റ് ചെയ്ത് ഐ വെൻറ്റ് ടു സൈക്കോളജി, ഐ വെൻറ്റ് ടു കൗൺസിലിംഗ്, ഐ കെയിം ടു യോഗ. And some years before I had a chance to do my PhD in emotional and quantum intelligence. ഭാവങ്ങളുടെ ബുദ്ധിമത്ത. ക്വാണ്ടം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. വേർ a mind goes, attention goes. Where attention goes, energy flows. ഊർജയാണ്. Spirituality is all connected with urja. It is nothing to do with matter. It is a transcendence of matter to energy. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നറിയോ? ഞാൻ ഒരു സമയത്ത് ഐ വാസ് ഇൻവൈറ്റഡ് ടു ദ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റൽ. സൗത്ത് ഏഷ്യൻ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. ദേശം വിദേശത്ത് നിന്ന് കുറേ ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ അവിടെ പോകാറുണ്ട്. താങ്ക്സ് ടു ദ സോഷ്യൽ സർവീസ് ഓഫ് JRD ടാറ്റ ആൻഡ് രത്തൻ ടാറ്റ. കുറേ പാവപ്പെട്ട ആൾക്കാർ അവിടെ വരും. ഫ്രീ ആയിട്ട് അവിടെ ടെസ്റ്റിംഗ് ആണ്. നല്ല ബെസ്റ്റ് ഡോക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ആദ്യം ചോദ്യം ചോദിച്ചത് ഇതാണ്, വൈ ഡു പീപ്പിൾ ഗെറ്റ് ക്യാൻസർ? വല്ല ഡോക്ടേഴ്സ് പറഞ്ഞു, സർ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ആൽക്കഹോൾ, ഡ്രഗ്സ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു, ഇപ്പം എല്ലാം ഭക്ഷണത്തിൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് ആഡ് ചെയ്യാണ്, മൊബൈൽ യൂസ് ചെയ്യാണ്, പൊല്യൂഷനാണ്, മാനസിക സമ്മർദ്ദം, സംഘർഷം. ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ദീസ് ആൻസേഴ്സ്. എല്ലാ ആൻസേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഐ അപ്രീഷിയേറ്റ് ഓൾ യുവർ ആൻസേഴ്സ് ഡിയർ ഡോക്ടേഴ്സ്. പക്ഷേ ഈ കോൺഫറൻസ് ഹാളിൽ വരുന്ന മുമ്പ് ഞാൻ നിങ്ങളുടെ വാർഡിൽ ചക്കർ അടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് ഡെസിഗ്നേറ്റഡ് എ വാർഡ് വിച്ച് ഇസ് കോൾഡ് എസ് എ ചിൽഡ്രൻസ് വാർഡ്. ചിൽഡ്രൻസ് വാർഡിൽ ഞാൻ പോയി. 2 മാസത്തെ കുട്ടി സഫറിങ് ഫ്രം ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്ലഡ് ക്യാൻസർ. സർ, ഐ ക്യാൻ ബി സ്മോക്കർ, ഞാൻ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടാവും, എനിക്ക് മാനസിക സമ്മർദ്ദം, സംഘർഷം ഉണ്ടാവും, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പം കുറേ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവും. ബട്ട് ദ 2-month baby is suffering from last stage of blood cancer. Sir, why? I appreciate Dr. N. Agarwal, radiation department, HOD. അവർ എണീച്ചിട്ട് പറഞ്ഞു, സ്വാമിനാഥൻ, വി ആർ സ്റ്റിൽ ഇൻ ദ പ്രോസസ് ഓഫ് ഡിസ്കവറി. ആ ഒരു വിനയം എനിക്ക് വളരെ കൂടുതൽ ടച്ച് ചെയ്തു. വി ഷുഡ് ബി ഓപ്പൺ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാനൊരു പ്രാവശ്യം ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ വന്നു, ഒരു ചെറിയ കുട്ടീനെ കയ്യിൽ കൊണ്ടുവന്നപാട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമിജി ഇസ് ബച്ചി കോ ടീക്ക് കർ ദോ. അപ്പോൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞു, ഇസ് ബച്ചി കോ ക്യാ ഹുവാ, വാട്ട് ഹാപ്പൻ ടു ദിസ് ഗേൾ? നല്ല ബിഗ് ഫേസ്, പുഞ്ചിരുവിലെ കുട്ടിയായിരുന്നു. അപ്പം പറഞ്ഞു, ഷീ ഈസ് സഫറിങ് ഫ്രം CP. എനിക്ക് വേണ്ടി ഞാൻ CP അറിയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. ഈ CP എന്ന് ഞാൻ പറഞ്ഞു, മാതാജി ഇസ്കോ ക്യാ ഹുവാ? ബോലെ ഇസ്കോ CP ഹുവാ ഹൈ. मैं कहा CP मतलब? बोला सेरिब्रल പാലസി. ആദ്യത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ കേൾക്കുന്നത്, വാട്ട് ഈസ് സെറിബ്രൽ പാലസി. ഞാൻ പറഞ്ഞു, ഇസ്സെ ക്യാ ഹോത്താ ഹൈ? അപ്പോൾ പറഞ്ഞു, കുട്ടി അനങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, ഡോക്ടേഴ്സിനെ ക്യാ കഹാ? അപ്പോൾ പറഞ്ഞു, ഡോക്ടേഴ്സ് അഗർ കുछ कहते थे तो मैं आपके पास क्यों आती थी? ഞാൻ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്? ഞാൻ പറഞ്ഞു, मेरे पास क्यों आए? അപ്പം പറഞ്ഞു, എൻ്റെ വീട്ടിൻ്റെ അയൽക്കാരി അവർ പറയാറുണ്ട്, ഒരു സ്വാമിജി ഉണ്ട്, എല്ലാ കുട്ടികളുടെ ശരിയാക്കുവാണ്, സ്വാമിജി ഈ കുട്ടിക്ക് ടീക്ക് കർ ദോ. ഞാൻ പറഞ്ഞു, ഐ എം നോ സ്വാമിജി, ഐ എം സ്വാമിനാഥൻ, ബോൺ ഇൻ തമിഴ്നാട്, മലയാളി. നീ സ്വാമിജി ऐसे नहीं बोलो, इसको ठीक कर दो. അപ്പോൾ കുട്ടീനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, മമ്മ मैं इस बच्चे के लिए प्रार्थना करूँगा, आई विल प्रे फॉर योर बेबी. വളരെ സ്നേഹത്തോട് ദൃഷ്ടി കൊടുത്തിട്ട് ആ കുട്ടീനെ ഞാൻ അവരുടെ മടിയിൽ കൊടുത്തു. വീട്ടിലെത്തിയപാട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, വാട്ട് ഈസ് സെറിബ്രൽ പാലസി, ഓട്ടിസം, ഡിസ്ലെക്സിയ, ഡൗൺ സിൻഡ്രോം, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, so much of terrific problems.
And today I'm very, very happy. Njanum and a team working in the Department of Mind Body Medicine, we have been able to get that answer. Right? എന്തിനാ അത് സംഭവിച്ച്? എൻ്റെ 2 PhD കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നാമത്തെ എൻ്റെ 2 കുട്ടികൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടുമോറോ ഫ്രം 2 to 3:30 I have got my session at JSS Medical College, Mysore. കുറേ MBBSും MDൻ്റെ കുട്ടികളുണ്ട്. പക്ഷേ അവൻ്റെ ഡയറക്ടറത് ഞാൻ പറഞ്ഞു, ഐ വിൽ ഓൺലി ഇൻട്രാക്ട് വിത്ത് യുവർ എംബ്രിയോളജി ആൻഡ് ഹ്യൂമൻ ജനറ്റിക് കുട്ടികൾ. MBBS, ഓർത്തോ, എന്നാ ന്യൂറോ എല്ലാവരും, കാർഡിയോ എല്ലാവരും ഞാൻ അക്നോളജ് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. But I will be interacting only with embryologists and those doctors who are studying in human genetics, DNA. What we think can change our DNA, right? അതിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ എംപവർമെൻറ്റ് വളരെ അത്യാവശ്യമാണ്. സമയം കുറവാണ്. ഞാനൊരു 5 പോയിൻ്റ് വെച്ചിട്ട് ഈ എന്താണ് സ്പിരിച്വൽ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് തുടങ്ങുന്ന മുമ്പ് സ്പിരിച്വൽ എംപവർമെൻറ്റ് ഇസ് ആക്ച്വലി ടു ഡു വിത്ത് മെഡിറ്റേഷൻ. There is a difference between yoga and meditation. Yoga is a physical exercise. എല്ലാ ദിവസവും ഞാൻ യോഗ ചെയ്യാറുണ്ട്. I acknowledge yoga, pranayam, yogasanam. 2014 യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർ ചെയ്ത June 21 ഇൻ്റർനാഷണൽ യോഗ ഡേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പ്രോട്ടോകോൾ റിലീസ് ചെയ്തു. 21 മിനിറ്റ് 28 മിനിറ്റ് എല്ലാവരും യോഗാസനം ചെയ്യണം, പ്രാണായം ചെയ്യണം. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് നമ്മുടെ ബ്രഹ്മകുമാരീസ് ബീങ് പ്രൊജക്ട് പാർട്ട്ണർ വിത്ത് ദ മിനിസ്ട്രി ഫോർ ആയുഷ്, ഡൽഹി ഒരു മീറ്റിങ്ങിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷിനടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ യോഗാസനം പ്രണയം ചെയ്യുന്ന ബിക്കോസ് യു വാണ്ട് പീപ്പിൾ ടു ബി ഹെൽത്തി, ആരോഗ്യവാനായിരിക്കണം? യെസ്. പിന്നെ ഞാൻ അവരടുത്ത് ചോദിച്ചു, ബട്ട് സർ, ഭാരതത്തിലും പല സ്ഥലത്തും കുറേ കുട്ടികളുണ്ട്, ദിവ്യാംഗുള്ള കുട്ടികൾ, അവർക്ക് അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. സർ, ഈ പ്രോട്ടോക്കോളിൽ നിങ്ങൾ പറ, ഏത് എക്സസൈസാണ് എൻ്റെ ദിവ്യാംഗ കുട്ടികൾ ചെയ്യേണ്ടത്? അപ്പോൾ ആ ഓഫീസർ എണീച്ചിട്ട് പറഞ്ഞു, ഡോക്ടറായിരുന്നു, MBBS MD. അവർ പറഞ്ഞു, സ്വാമി ഭായ് ആപ്കോ ക്യാ കേന ഹൈ? ഞാൻ പറഞ്ഞു, സർ റൈറ്റ്, ആരൊക്കെയാണ് ഇപ്പം സ്വാമി ഭായിക്ക് ആരോഗ്യവാനാണെങ്കിൽ ഞാൻ എണീച്ചിട്ട് പ്രണായം യോഗാസനം ചെയ്യണം, റൈറ്റ്? പക്ഷെ ഒരു കുട്ടി ആരാണ് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തത്? അവർ മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യണം. ദ എക്സസൈസ് ഫോർ ദ മൈൻഡ് ഈസ് മെഡിറ്റേഷൻ. ആരോഗ്യവാനാവാൻ വേണ്ടിയിട്ട് ശരീരം ഭയങ്കര കൂടുതൽ മൂവ്മെൻ്റ് ആയിരിക്കണം, മനസ്സ് സ്ഥിരമായിരിക്കണം. ദ ബോഡി ഷുഡ് ഗിവ് മൂവ്മെൻറ്റ്, ദ മൈൻഡ് ഷുഡ് ബി സ്റ്റിൽ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മുടെ കുട്ടികൾ ഫുൾ ടൈം ലാപ്ടോപ്പിന് മുമ്പിൽ എന്നുകൊണ്ടിരിക്കും, മനസ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അഡിക്ഷൻ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഗുഡ്ക, ഡ്രഗ്സ് അല്ല. ഏറ്റവും വലിയ അഡിക്ഷൻ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്, മൊബൈൽ ഫോൺ. ഏറ്റവും വലിയ അഡിക്ഷൻ. ദേ കുട്ടിക്ക് എന്തോരം സന്തോഷം, കൈയടിക്കുവാണ്. എൻ്റെ അമ്മേ, നല്ല കുട്ടിയാണല്ലോ, ഇവൻ്റെ അച്ഛനമ്മ ടീച്ചേഴ്സ് എന്തൊരു സൗഭാഗ്യശാലി കുട്ടികൾ. നിങ്ങൾ എപ്പോഴെങ്കിലും മുംബൈ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 2 സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വൺ ഈസ് മോർ ദാൻ 100 years മുംബൈ യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദ ബെസ്റ്റ് IIT ബോംബെ. അവിടെ പോയിട്ട് കാഴ്ച കാണാം. 99.99% എൻ്റെ കുട്ടികൾ ഫുൾ ടൈം മൊബൈൽ ഫോൺ. തൽപരമിൻ്റെ കേരളത്തിൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? നാട്ടുകാരൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടികൾ വിട്, അച്ഛനമ്മേൻ്റെ അവസ്ഥ ഞാനൊക്കെ കാണുന്നുണ്ട്, റൈറ്റ്? ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിയൊക്കെ ഉറക്കം വരില്ല. സ്ലീപ്പ് നീ ആയക സ്ലീപ്പ് വന്നിട്ടില്ലെങ്കിൽ ആങ്സൈറ്റി വരും, ആങ്സൈറ്റി വന്നിട്ടില്ലെങ്കിൽ ഡിപ്രഷൻ വരും, ഡിപ്രഷൻ വരുന്നുണ്ടെങ്കിൽ സൂസൈഡൽ ടെൻഡൻസീസ്. 100% ലിറ്ററസിയിലെ നമ്മുടെ കേരള വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് 3 states ഹാവിങ് മാക്സിമം നമ്പർ ഓഫ് സൂസൈഡ് കേസസ്. പഠിപ്പുണ്ട്, വിവരമുണ്ട്, പൊളിറ്റിക്കൽ അക്യുമൻ ഉണ്ട്, പക്ഷേ റൈറ്റ്. ഞാൻ ആ മിനിസ്റ്റർ അപ്പം ആ ആയുഷ് മിനിസ്ട്രിയിൽ പറയുമ്പോൾ ആ ഓഫീസർ എണീച്ചിട്ട് പറഞ്ഞു, സർ ശരീർ എക്സസൈസ് तो वो नहीं कर सकते, लेकिन ഭാരതത്തിലും പുറത്തും കുറേ കുട്ടികളുണ്ട് മനസ്സിൽ കംസോറായ കുട്ടികൾ, അവർ നിങ്ങളുടെ മനസ്സിൻ്റെ എക്സസൈസ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദറ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു വെരി മച്ച്. ഞാൻ പറഞ്ഞു, ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്വാമിഭായ് പ്രണായം യോഗാസനം ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കുട്ടി മനസ്സിന് കുറച്ച് വീക്കായിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ മെഡിറ്റേഷൻ ചെയ്തിട്ട് വളരെ സ്നേഹത്തോട് ആ കുട്ടീൻ്റെ അടുത്ത് യു ഷുഡ് ആലിംഗനം ചെയ്യണം. ഇറ്റ്സ് എ ഫ്ലോ ഓഫ് എനർജി. ക്വാണ്ടം മെക്കാനിക്സ് ആണ്. 2022 3 സയൻറ്റിസ്റ്റിനാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത്. ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ്,
ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ. എന്താണ് ക്വാണ്ടം എന്നറിയോ? 2 ഫോട്ടോൺസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോണിനെ ഇവിടെ വെക്ക്, രണ്ടാമത്തെ ഫോട്ടോൺ ലോകത്തിൽ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഫോട്ടോൺ എന്ത് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ ഫോട്ടോൺ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ജഡമാണ് ഫോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ആറ്റമൊക്കെ. നമ്മളും നിങ്ങളുടെ ഭാവങ്ങളില്ല ആൾക്കാരാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ഭാവമാണ് ചെയ്യുന്നത്? നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ പേരക്കുട്ടികളും ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഭാവം ഓട്ടോമാറ്റിക്കലി അവിടെ എത്തും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളും എപ്പം ഹാപ്പി ആയിരിക്കണം? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. സർ പത്മശ്രീ സർ ഒന്ന് കൈപ്പൊക്ക. ഹലോ, കുറച്ച് പുഞ്ചിരിയോട് കൈപ്പൊക്കിയാൽ മാത്രമേ കുട്ടികൾക്കും പേരക്കുട്ടിക്കും സന്തോഷം വരൂ. ഒന്ന് പുഞ്ചിരിയോട് കൈപ്പൊക്ക്. വെരി ഗുഡ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? യെസ്. പിന്നെ ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ ഉണ്ട്. പക്ഷേ 3 ദിവസം മുമ്പ് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കേട്ടിട്ടുണ്ടാവും ഇല്ലോ എന്നറിയില്ല. 3 days before the United Nations declared June 21 ഇൻ്റർനാഷണൽ യോഗ ഡേ. 3 ദിവസം അവർ ഡിക്ലെയർ ചെയ്തത് December 21 ആസ് എ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് മെഡിറ്റേഷൻ ഡേ. ഒന്ന് കൈയടിക്കുക യുണൈറ്റഡ് നേഷൻസ് വേണ്ടിയിട്ട്. യെസ്. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലോ അത് നിങ്ങളുടെ ഇറ്റ്സ് എ പേഴ്സണൽ ഫ്രീഡം. വി ആർ നോട്ട് ഗോയിങ് ടു ഫോഴ്സ് യു. പക്ഷേ യുണൈറ്റഡ് നേഷൻസ് ഹാസ് ഡിക്ലെയർഡ്. ഇനി ലാസ്റ്റ് ചോദ്യം പറഞ്ഞിട്ട് ഞാൻ 5 പോയിന്റ് വെച്ചിട്ട് ഞാൻ തീർക്കാം. എത്ര ചെറിയ കുട്ടികളെ സ്വാമി ഭായ് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ടാവും? ഒന്ന് ഗസ് ചെയ്. എൻ്റെ അമ്മയെ നോക്കി പഠിപ്പിക്കല്ല. എൻ്റെ അമ്മ എന്ത് ചോദ്യം ചോദിച്ചാൽ ഭയങ്കര സീരിയസ്. നമ്മുടെ കുട്ടികളുടെ അതേ സംസ്കാരം. എത്ര ചെറിയ കുട്ടികളെ സ്വാമി ഭായ് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ടാവും? എത്ര? 3000 ഇയേഴ്സാ? എത്ര ചെറിയ കുട്ടികൾ? ഏജ് എന്തെങ്കിലും പറ. 3. എന്ത് 3? ആരാ പറഞ്ഞ 3? യൂണിറ്റ് ഇല്ലാത്ത ആരാ 3? 3 years, 3 എന്ത് 3 months, 3 days, 3 weeks, എന്ത് 3? 3 years. വെരി ഗുഡ്. അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ. കുറച്ച് പെട്ടെന്ന് താഴെ വാ. 3 years താഴെ വരൂ, പെട്ടെന്ന് വരൂ, സമയമില്ല. എന്ത് 0? വാ സർ, താങ്ക് യു വെരി മച്ച്. രാമകൃഷ്ണ സർ പെർട്ടിക്കുലർലി കറക്റ്റ്. ഞാൻ പഠിപ്പിക്കുന്ന മെഡിറ്റേഷൻ when the child is in the mother's womb. അമ്മേൻ്റെ ഗർഭത്തിലാണ് ശരിക്ക് എഡ്യൂക്കേഷൻ നടക്കേണ്ടത്. ആൻഡ് വൺ ഓഫ് മൈ PhD thesis is this: development and validation of holistic educational modules for expectant mothers. So we are perfectly on the line, right? And എൻ്റെ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ദാറ്റ് വാസ് ഇൻ October 2014. സെറിബ്രൽ പാലസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ദേ ഇൻവൈറ്റഡ് മീ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഭാരതത്തിലെ പഴയ സംസ്കാരമായിരുന്നു. അമ്മേൻ്റെ ഗർഭത്തിലാണ് ആ കുട്ടീനെല്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പം മെഡിക്കൽ സയൻസ് അത് എപ്പിജനറ്റിക് റീസൺസ് ഒക്കെ പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. അപ്പം സ്പിരിച്വൽ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് 5 സിമ്പിൾ കാര്യം പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും ജ്ഞാനദീപത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഏറ്റവും വലിയ എനർജി പ്രകാശമാണ്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് കിട്ടും. പക്ഷേ ആ സ്വിച്ചിൽ നിന്ന് ബൾബിലേക്ക് ഒരു എനർജി ഇലക്ട്രോൺസ് ഫ്ലോ ആവുന്നുണ്ട്. ഇറ്റ് ഗോസ് ത്രൂ എ സർക്യൂട്ട് ഡയഗ്രാം. എവിടുന്ന ഈ പ്രകാശം കിട്ടുന്ന അറിയോ? റൈറ്റ്. ഇറ്റ് ഈസ് അടുത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ട്രാൻസ്ഫോമർ ഒന്നെങ്കിലും എനർജി സ്റ്റെപ്പ് ചെയ്യും, അല്ലെങ്കിൽ എനർജി സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ട്രാൻസ്ഫോമറിന് എനർജി എവിടുന്നാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് അടുത്തുള്ള ഏതെങ്കിലും പവർ സ്റ്റേഷൻ ആയിരിക്കും. പവർ സ്റ്റേഷൻ എനർജി എവിടുന്നാണ് കിട്ടുന്നത്? സ്രോതത്തിന്. ദ സോഴ്സ് ഓഫ് എനർജി. അത് ഹൈഡ്രോളിക് ആവാം, ന്യൂമാറ്റിക് ആവാം, ഇലക്ട്രിക്കൽ ആവാം, തെർമൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. എനർജി ഫ്ലോസ്. സ്വിച്ച് ഓൺ ചെയ്തപാട് ബൾബ് കത്തുന്നു. ദർ ഈസ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. റൈറ്റ്. നമുക്ക് ഈ പ്രകാശത്തിനെ കാണാൻ പറ്റും. ഈ പ്രകാശം വെച്ച് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. പക്ഷെ നോ വൺ എവർ ഹാവ് സീൻ ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് നമുക്ക് ഈ കണ്ണ് വെച്ചിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ജ്ഞാനദീപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 5 ലൈറ്റിൻ്റെ കാര്യമാണ് നിങ്ങളടുത്ത് പറയുന്നത്. ദ ഫസ്റ്റ്, മനസ്സിനെ എവിടെയാണ് കൊണ്ടുപോകേണ്ടത്? ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ഈസ് ബി ലൈറ്റ്. ബി ലൈറ്റ്. ഈ മനസ്സിനെ വളരെ സ്നേഹത്തോട് ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് ആ പവർ സ്റ്റേഷൻ. മനസ്സെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ്. നമ്മൾ നല്ല സങ്കല്പം ചെയ്തിട്ടുണ്ടെങ്കിൽ എനർജി സ്റ്റെപ്പ് ആവും. മോശമായ സങ്കല്പം ചെയ്തിട്ടുണ്ടെങ്കിൽ 100% എനർജി സ്റ്റെപ്പ് ഡൗൺ ആവും. അപ്പോൾ ഈ മനസ്സിനെ നല്ലൊരു സുഹൃത്താക്കിയിട്ട് ആദ്യം ഈ മനസ്സിനെ പിടിച്ചിട്ട് വളരെ സ്നേഹത്തോട് പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് ആ പവർ സ്റ്റേഷനാണ്. അതാണ് ബി ലൈറ്റ്. പവർ സ്റ്റേഷൻ, ദ സെൽഫ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.
എഡ്യൂക്കേഷനിൽ പറയുന്ന സോക്രട്ടീസ് ഒരു വലിയ ഫിലോസഫറായിരുന്നു. വർഷങ്ങൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ടു നോ ദൈ സെൽഫ് ഇസ് എഡ്യൂക്കേഷൻ. റൈറ്റ്? ഞാൻ ആരാണ്? സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ ഗുരുജിൻ്റെ അടുത്ത് പോയി വാതിൽ തട്ടി. അപ്പോൾ രാമകൃഷ്ണ ഗുരുജി ഉള്ളിൽ നിന്ന് ചോദിച്ചു, ആപ് കോൺ ഹേ? അപ്പോൾ സ്വാമി വിവേകാനന്ദ പറഞ്ഞു, വഹി ജാനനെ കെ ലിയെ തോ മൈ ആപ്കെ പാസ് ആയാ ഹൂം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, യു ഷുഡ് ഹാവ് ലോട്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് മോട്ടിവേഷൻ. പക്ഷേ സെൽഫ് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങളെല്ലാവരും പറയാം, സെൽഫ് കോൺഫിഡൻസിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എന്താണ്? ആത്മവിശ്വാസം. ഡ്രോപ്പ് എ ലൈൻ ഫ്രം ഹിയർ, ഡ്രോപ്പ് എ ലൈൻ ഫ്രം ഹിയർ, മീറ്റിംഗ് പോയിന്റ്. ഹൈപ്പോതലമസ് ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും നടുക്കൊരു പോയിന്റ് ഓഫ് ലൈറ്റ്. അതിന് ആത്മാവെന്ന് പറയും, സോൾ എന്ന് പറയും, റൂഹ് എന്ന് പറയും. ഫിസിക്സ് ഭാഷയിൽ അത് ഊർജ, എനർജി എന്ന് പറയും. ക്വാണ്ടം മെക്കാനിക്സ് അതിന് ക്വാണ്ട എന്ന് പറയും. പോയിന്റ് ഓഫ് ലൈറ്റ്, പോയിന്റ് ഓഫ് എനർജി. ഒരാൾ നടന്നുകൊണ്ട് പോവാണ്, പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അവരെ പിടിച്ചിട്ട് എല്ലാവരും നാട്ടുകാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഡോക്ടേഴ്സ് അവരെ വാർഡ് ബോയിനടുത്ത് പറയും, ബ്രിങ് ദ പേഷ്യൻറ്റ് ഇൻ. പേഷ്യൻ്റ് ഓപ്പറേറ്റ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി ബ്രോട്ട് ലേറ്റ്, ഹിസ് ഡെഡ്. അപ്പോൾ ഡോക്ടേഴ്സ് വാർഡ് ബോയിനെ വിളിച്ച് എന്ത് പറയുന്നത്? ടേക്ക് ദ ബോഡി ഔട്ട്. വരുന്ന സമയത്ത് പേഷ്യൻറ്റ്, പോകുന്ന സമയത്ത് ബോഡി. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ പേഷ്യൻറ്റ് ആൻഡ് എ ബോഡി. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറയുന്നത്, ഷിഫ്റ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഫ്രം മാറ്റർ. ഇത് മാറ്ററാണ്. ഷിഫ്റ്റ് ഓഫ് കോൺഷ്യസ്നെസ് ടു ദറ്റ് എനർജി. ഒരു സെക്കൻഡ് മാത്രം മതി. നിങ്ങൾ തിലകം ചാർക്കണോ ഇല്ലോ അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ ഒരു സെക്കൻഡ് മനസ്സിന് ഇവിടെ വന്നിട്ട് 1 second ഇറ്റ് വിൽ ടേക്ക്. നമ്മുടെ പവർ സ്റ്റേഷൻ ആക്ടിവേറ്റ്. വേർ അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ്. ഒരു സെക്കൻഡ് മനസ്സിന്. അപ്പോൾ ഈ മനസ്സിനെ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. സൈക്കിളും കാറും ഓടിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ട്രെയിനിങ് നമ്മളൊക്കെ ചെയ്യും. പക്ഷെ മനസ്സിനെ ഇവിടത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. നമുക്ക് യാതൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. റൈറ്റ്? ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ സർവീസിൽ ഈ കൺസെപ്റ്റ് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് കാണുന്നത്. സാധാരണ എല്ലാ നാട്ടുകാരും എണീച്ചിട്ട് നോക്കും എന്താ സംഭവിച്ചത്. അപ്പം ആ കാർ ടോട്ടലി ഡാമേജ്ഡ്. അപ്പോൾ അകത്ത് നോക്കുമ്പോഴത്തേക്ക് ഡ്രൈവർ. അപ്പോൾ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ആ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഡ്രൈവറിനെ പുറത്തേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഡ്രൈവർ വളരെ പുഞ്ചിരിയോടെ ടീക്കും എന്ന് പറഞ്ഞിട്ട് പുറത്ത് വരുവാണ്. 2 ഓപ്ഷൻസ് നിങ്ങളടുത്ത് പറയാണ്. ഫസ്റ്റ് ഓപ്ഷൻ, ആ മൊത്തം കാർ ഡാമേജായി അതിന് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുക, അല്ലെങ്കിൽ ഡ്രൈവർ വളരെ സുരക്ഷിതമാണ് അതിന് സന്തോഷം ഉണ്ടാവുക. ഫസ്റ്റ് ഓർ സെക്കൻഡ്, വിച്ച് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ? കുറച്ച് ഒച്ചത്ത് പറ. സെക്കൻഡ്. ആ കാറ് വീണ്ടും നമുക്ക് വാങ്ങിക്കാം, ഇൻഷുറൻസ് ഉണ്ടാവും, പക്ഷെ ആ ഡ്രൈവർ സുരക്ഷിതമാണ്. അതേമാതിരി സ്പിരിച്വാലിറ്റി പറയുന്നത് ഈ ശരീരം ഒരു വാഹനമാണ്, ഇതിന് ഡ്രൈവർ ആ ചൈതന്യമേ ഊർജയാണ്, ശക്തിയാണ്. കാർക്ക് റിക്വയർമെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്, ഡ്രൈവറിൻ്റെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഈ ശരീരമില്ല കാറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? പഴയ കാലത്ത് ഹിന്ദിയിലൊരു ഹിന്ദി ഫിലിം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരായിരുന്നു റോട്ടി കപ്പട ഓർ. എൻ്റെ അമ്മേ നല്ല നോളേജാണല്ലോ. കറക്റ്റ്, റോട്ടി കപ്പട ഓർ മക്കാൻ. മുംബൈൻ്റെ അടുത്ത് കുട്ടികളുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഒരു കുട്ടി എണീച്ച് പറയാം, സർ ये तो पुराना सिलेबस है सर, मैं कहा आप नया सिलेबस बताइए. അപ്പോൾ കുട്ടി പറയണം, സർ റോട്ടി കപ്പട മക്കാൻ ഓർ മൊബൈൽ സർ. അപ്പോൾ ശരീരം മൊബൈലാണ്. ഇന്ന് നിങ്ങളുടെ ഒരുമിച്ച് ഞാൻ ഇവിടെ ഉണ്ട്, നാളെ ഞാൻ ഐ എം ഇൻ മൈസൂർ, 2 ദിവസം മൈസൂർ. 16th ഐ വിൽ ഫ്ലൈ ടു റാവത്ത് ഭാട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ. 3 ദിവസം അവിടെ അറ്റോമിക് സയൻറ്റിസ്റ്റ് അടുത്ത് എൻ്റെ ക്ലാസ് ഉണ്ട്. അറ്റോമിക് സയൻറ്റിസ്റ്റ് അടുത്ത് പല സ്ഥലത്തെ അറ്റോമിക് സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവ് ട്രാവൽഡ് ഓൾ ദ അറ്റോമിക് പവർ സ്റ്റേഷൻസ് ഓഫ് ദ കൺട്രി. അറ്റോമിക് സയൻറ്റിസ്റ്റ് അടുത്ത് ചോദിക്കാറുണ്ട്, ഹാവ് യു എവർ സീൻ എൻ ആറ്റം? ദ ആൻസർ ഇസ് നോ. അപ്പോൾ ശരീരത്തിൻ്റെ റിക്വയർമെൻറ്റ്, ഈ വാഹനത്തിൻ്റെ റിക്വയർമെൻറ്റ് റോട്ടി കപ്പട ഓർ മക്കാനാണ്. പക്ഷേ ആത്മാവിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? ചില അമ്മമാരെന്നെ വിളിച്ചിട്ട് പറയും, മൈ സൺ ഈസ് സഫറിങ് ഫ്രം ഡിപ്രഷൻ. അപ്പോൾ ഞാൻ അവരത് ചോദിക്കും, നിങ്ങൾ ഡോക്ടറാണോ? അല്ല. ദെൻ ഹൗ ആർ യു ഗിവിങ് എ സർട്ടിഫിക്കറ്റ്? ഡിപ്രഷൻ ഒരു ക്ലിനിക്കൽ കേസാണ്, റൈറ്റ്? അല്ലല്ല, കുറേ സിംറ്റംസാണ് കാണുന്നത്. എന്താ സിംറ്റംസ്? ആരുടെ സംസാരിക്കില്ല, റൈറ്റ്? ഫുൾ ടൈം റൂമിൻ്റെ അകത്തായിരിക്കും, മുഖം ഭയങ്കര ഡിപ്രഷൻ, ഭയങ്കര യാതൊരു പുഞ്ചിരിയില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, സിംറ്റംസ് ആർ ഗുഡ്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരറിയാണ്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരണം. എന്തുകൊണ്ടാണ്? ഞാൻ ജസ്റ്റ് ഡോണ്ട് ടെൽ ഹിം, ജസ്റ്റ് ഗിവ് ദ വീഡിയോ. 80% യൂത്ത് സഫറിങ് ഫ്രം ഡിപ്രഷൻ. ആ വീഡിയോയിൽ എന്താ കാണുക? ഭയങ്കര ആർത്തിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു, നിർത്തൂല. 10 ചപ്പാത്തി 20 ചപ്പാത്തി സാമ്പാറും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആ കുട്ടീൻ്റെ യാതൊരു തെറ്റില്ല. ഈ പവർ സ്റ്റേഷനിൽ പവറില്ല, സന്തോഷമില്ല. അവർ എവിടുന്നാണ് ആ സന്തോഷം
കൂടുന്നത് ഈ ഭക്ഷണത്തോട്. ഫുഡ് ബിക്കംസ് എൻ അഡിക്ഷൻ. റോട്ടി കപ്പട. കുറേ അമ്മമാർ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പറ്റിയല്ല പറയാം, നാട്ടുകാരൻ്റെ പെണ്ണുങ്ങൾ നല്ലത്. കുറേ മുംബൈൻ്റെ ഞാൻ അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഫുൾ ടൈം ഷോപ്പിംഗ് ആയിരിക്കും. ഇതും വാങ്ങിക്കും, അതും വാങ്ങിക്കും, ഇതും വാങ്ങിക്കും. മൊത്തം 5-8 കബേർഡ് ഫുൾ ഡ്രസ്സാണ്. റൈറ്റ്? എന്തുകൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്? കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. അപ്പോൾ ഈ ഷോപ്പിംഗ് ഈസ് ഓൾസോ ആൻ അഡിക്ഷൻ. സന്തോഷം വേണം, കിട്ടുന്നില്ല. റോട്ടി കപ്പട ഒരു മക്കാനാണ് നമ്മൾ തേടുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കി ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാറ്റർ എനർജി. അപ്പോൾ എന്ത് ചെയ്യണം? ബീയിങ് ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഹൽക്കാപ്പനല്ല, നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ലൈറ്റാണ്. അപ്പോൾ എല്ലാ ദിവസവും എണിക്കണം. സ്പിരിച്വൽ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് വളരെ സ്നേഹത്തോടൊരു ഡയലോഗ് പറയണം. എല്ലാവരും പറ, ഐ. ഒച്ചത് പറ, എന്നെ പേടിപ്പിക്കല്ല, സ്നേഹത്തോട് പറ, ഐ. और प्यार भरो, आई एम अ ट्विंकल ट्विंकल. ആകെ बोलो, ലിറ്റിൽ സ്റ്റാർ. നമ്മൾ തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ഇറ്റ് ഈസ് എ റിയാലിറ്റി ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ആത്മാവിനെ പറ്റി നിങ്ങൾ വിശ്വസിക്കണോ ഇല്ലോ നിങ്ങളുടെ ചോയ്സാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കിട്ടും, നിങ്ങളെല്ലാവരും അനുമോദിക്കും. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ട് പറയും, ഈ ബ്രഹ്മകുമാരീസ് ആത്മാത്മക്ക് എന്നോ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു, ദാറ്റ്സ് യുവർ ചോയ്സ്. പക്ഷെ പ്രകൃതി നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? ഉറക്കം, സ്ലീപ്പ്. ഡീപ്പ് സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പിൽ നമ്മുടെ മനസ്സ് ശാന്തമായ മനസ്സാണ്. ഡെൽറ്റ സ്ലീപ്പ്, മനസ്സ് ഈസ് 1 to 2 സൈക്കിൾ ഫ്രീക്വൻസി പെർ സെക്കൻഡ്. ആ ഡീപ്പ് സ്ലീപ്പിൽ എന്താ സംഭവിക്കുന്നതോ? നമ്മളെല്ലാം മറക്കും. എൻ്റെ പേര്, എൻ്റെ പോസ്റ്റ്, പൊസിഷൻ, ഡെസിഗ്നേഷൻ, ക്വാളിഫിക്കേഷൻ, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ. We are into that energy level. Orkam is one of the greatest gift. Right? ഇനി ഉറക്കം ഇത്ര നല്ല ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ബ്രഹ്മകുമാരീസ് എന്തിനാ രാവിലെ എണീച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്? കരാട്ടമാർക്ക് സോയെ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാലോ. ഉറക്കത്തിൽ നമ്മുടെ ശരീരം മനസ്സിന് വിശ്രാമം കിട്ടുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് നമ്മുടെ പേടി, ഭയം, ക്രോധം ഇത് പോകാൻ പോകുന്നില്ല. And therefore you have to bring it to a state of meditation. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണോ വേണ്ടോ, ഇറ്റ്സ് യുവർ ചോയ്സ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൻ്റെ സിഇഒൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഹൂ ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് കോമ്പറ്റീറ്റർ? സിഇഒ പറഞ്ഞത്, ദ ഗ്രേറ്റസ്റ്റ് കോമ്പറ്റീറ്റർ ഓഫ് നെറ്റ്ഫ്ലിക്സ് ഈസ് സ്ലീപ്പ്, ഉറക്കം. ഇനി ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ കുട്ടികളുടെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയാൻ പാടില്ല. ഒരു ദിവസം 5 മണിക്ക് പെട്ടെന്ന് മകൻ എണീക്കുവാണ്. അപ്പം നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ്റെ റൂമിൽ ലൈറ്റ് ഉണ്ട്. അച്ഛൻ ഈ സമയത്ത് എന്താ ചെയ്യാൻ? The Achan is sitting in deep state of silence doing meditation. That is important. ഞാൻ ഇന്നും എൻ്റെ PhD കുട്ടികളുടെ മെഡിറ്റേഷൻ പഠിക്കണം എന്ന് പറയാറില്ല. ബട്ട് ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട് ആദ്യം 3 മിനിറ്റ് ഞാൻ സൈലൻസിലിരിക്കും. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, റിസർച്ച് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യം നിങ്ങൾ തേടുവാണ്. മനസ്സ് റിലാക്സ് ആയിട്ടുണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് യുവർ തീസിസ്. ആൻഡ് ഇറ്റ് ഈസ് ന്യൂ ഫോർ മീ ഓൾസോ. ഞാൻ ഗൈഡാണ്, പക്ഷെ ഒരു പുതിയ കാര്യമാണ് നമ്മളൊക്കെ പോകുന്നത്. That is important. Being light. Number 2 is feel light. Feeling, ഭാവങ്ങൾ വരണം. ആത്മാവിൻ്റെ സ്വധർമ്മം. ശരീരത്തിന് ധർമ്മത്തിൽ നമ്മളെ അടിപിടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആത്മാവിൻ്റെ സ്വധർമ്മം ശാന്തസ്വരൂപം, പ്രേമസ്വരൂപം, ആനന്ദസ്വരൂപമാണ്. This is important. Russia is fighting with Ukraine. NATO, non-NATO. ഓക്കെ, ഭാരതത്തിൽ കേരള ഈസ് ഫൈറ്റിംഗ് വിത്ത് തമിഴ്നാട്, കേരള ഈസ് ഫൈറ്റിംഗ് വിത്ത് കർണാടക. ഓക്കെ, സമയമില്ല, നമുക്ക് കേരളത്തിൻ്റെ താല്പര്യമുണ്ട്. ഒരു ഫാമിലി യൂണിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. 1 യൂണിറ്റ്, സെയിം കാസ്റ്റ്, സെയിം ക്രീഡ്, സെയിം റിലീജിയൻ, സെയിം കൺട്രി, സെയിം സ്റ്റേറ്റ്, സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഓൾസോ. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് സ്വർഗം ജന്നത്തായിരിക്കണമല്ലോ. പക്ഷേ ഏറ്റവും അടിപിടി കൂടുന്നത് നമ്മുടെ വീട്ടിൻ്റെ അകത്താണ്. റൈറ്റ്? ഇറ്റ്സ് എ റിയാലിറ്റി. എത്ര ഡിവോഴ്സ് കേസസ് നടക്കുന്നത് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. വൈ? റൈറ്റ്? നമ്മുടെ ഈ സ്വധർമ്മത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. ശാന്തസ്വരൂപം, പ്രേമസ്വരൂപം, ആനന്ദസ്വരൂപം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ചെറിയൊരു ഹോംവർക്ക് തരാം. റൈറ്റ്? നിങ്ങളെ ഒരുമിച്ച് ഞാനും ചെയ്യും. ഫോർ ദ നെക്സ്റ്റ് 24 hours, 24 മണിക്കൂർ എന്ത് സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പെട്ടെന്നാണ് റിയാക്ട് ചെയ്യുന്നത്. ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പ്രിൻസിപ്പൽ, അത്ര കൂടുതൽ ഹാർട്ടിൽ ലോഡ് വരുന്നത്. പ്ലീസ് ഇൻക്രീസ് യുവർ റിയാക്ഷൻ ടൈം ആൻഡ് ലേൺ ടു റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം.
എത്ര പേർക്ക് 1 ജാനുവരി 2025 ഹാപ്പി ന്യൂ ഇയർ ആവണമെന്ന് ആഗ്രഹമുണ്ട്? അവരൊന്ന് കൈപ്പൊക്കാട്ടെ. ഓ ചേച്ചി കൈപ്പൊക്ക്. താങ്ക് യു ഫ്രണ്ട്ലി ഇരുന്നുകൊണ്ട് ചോദിക്കണേ. പിന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ 31 ഡിസംബർ 2024 ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വീട്ടിൽ നിന്ന് ഇല്ല ആൾക്കാർക്ക് നമ്മൾ തീരെ ദേഷ്യപ്പെടാൻ പാടില്ല. ഡോണ്ട് ഗെറ്റ് ആംഗ്രി. നാട്ടുകാർക്ക് ദേഷ്യമൊന്നും വരാറില്ലല്ലോ? ഒന്നും പറയുന്നില്ല. ദേഷ്യം വരാറുണ്ടോ? വെരി ഗുഡ്. യു ഗിവ് മി ഇമെയിൽ ID ആൻഡ് ഫോൺ നമ്പർ. വെരി ഗുഡ്. ആങ്കർ, ANGER. എപ്പോഴെങ്കിലും ആങ്കർ വന്നിട്ടുണ്ടെങ്കിൽ ആ എൻ്റെ മുമ്പിൽ പുട്ട് ആൻ ആൽഫബറ്റ് D. അപ്പോൾ ആങ്കറിൻ്റെ മുമ്പിൽ D ഇട്ടാൽ എന്ത് സംഭവിക്കും? डेंजर. आई आज माई स्टूडेंट्स इन मुंबई, बच्चों एंगर के सामने डी लगाने से क्या होता है? और कुटी नीचे पर सर एंगर के सामने डी लगाने से डैंगर होता है. सर डैंगर नहीं, डेंजर है, डेंजर. बी लाइट, फील लाइट. മൂന്നാമത്തെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, സീ ലൈറ്റ്. സീ ലൈറ്റ്. അപ്പം ഈ ആത്മാ പവർ സ്റ്റേഷനാണ്, ഊർജം, ദ സോഴ്സ് ഓഫ് പവർ. നമ്മൾ കുറേ ഡാമിൽ പോകാറുണ്ട്. അത് ഇടുക്കി ഡാം ആയാലും ശരി, തെഹരി ഡാം. അപ്പോൾ ഈ ഡാമിൽ പവർ എങ്ങനെ കിട്ടുമെന്നറിയോ? വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നാൽ അതിന് പവറില്ല. വെള്ളത്തിന് ഹൈറ്റ് കൊടുക്കണം. ഹൈറ്റ് കൊടുത്തിട്ട് അവിടെ വിടണം. ആ വെള്ളം വളരെ സ്പീഡിൽ വരും, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും, പവർ കിട്ടും. ടെഹരി ഡാം, അപ്പർ ടെഹരി, ലോവർ ടെഹരി, 2 ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് എത്ര പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറിയോ? ഇറ്റ് ഈസ് 2400 മെഗാവാട്ട് പെർ യൂണിറ്റ് പറ, ഇയർ, മന്ത്, വീക്ക്. പിന്നെ നോക്കി പഠിപ്പിക്കുവാണല്ലോ. പെർ എന്ന് പറ, യൂണിറ്റ് പറ. 2400 മെഗാവാട്ട് പെർ എന്ത്? ഇറ്റ്സ് പെർ സെക്കൻഡ്. വെള്ളം അടിച്ചു 2400 മെഗാവാട്ട്. റൈറ്റ്. ഞാനവിടെ പോയിട്ട് അവിടുത്തെ എൻജിനീയേഴ്സാണ് പറഞ്ഞത്. അതേമാതിരി മനസ്സ് ഇവിടുന്ന് തന്നെ അലിഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ശക്തി കിട്ടൂല. നമ്മൾ തളർന്നു പോകും. ഒരു ദിവസം നമ്മൾ തളർന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളും പേരക്കുട്ടികളും തളർന്നു പോകും. ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മുടെ ഡിസ്റ്റർബൻസ്. നിങ്ങളുടെ കുട്ടികൾ ദുബായിലായാലും ശരി, ലണ്ടനിലായാലും ശരി, കാനഡയിലായാലും ശരി, ദ എമോഷൻസ് വിൽ ട്രാൻസ്ഫർ ദർ. റൈറ്റ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ, ഈ പവർ സ്റ്റേഷനെ ഇത് കൂട്ടാൻ വേണ്ടി മനസ്സിന് മുകളിലോട്ടേക്ക് കൊണ്ടുപോകണം. ആ സ്രോതത്തിനെ കണക്ട് ചെയ്യണം. എല്ലാ ആത്മകളുടെ അച്ഛനാണ് ആ പരമജ്യോതി. അവിടെയാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മകുമാരീസിൽ യാതൊരു ഗുരു സാധ്വി ഒന്നുമില്ല. നമ്മളെല്ലാവരും സ്റ്റുഡൻസാണ്. ബ്രഹ്മ ബാബ ഒരു ഫൗണ്ടർ ഫാദറാണ്. 1936 ആ പരമജ്യോതി അവർക്കൊരു സാക്ഷാത്കാരം കാണിച്ചു. പഴയ ലോകം ചേഞ്ച് ആവാണ്, പുതിയ ലോകം വരുവാണ്. ഇവർ നമ്മുടെ ഗുരു ഒന്നല്ല, സദ്ഗുരു ആ പരമജ്യോതിയാണ്. പരമജ്യോതി അക്സെപ്റ്റഡ് ബൈ ഓൾ റിലീജിയൻസ്. ഹിന്ദു ധർമ്മം അത് ശിവലിംഗമായിട്ട് കാണുന്നത്. ശിവലിംഗം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 3 ലക്കീർ നടുക്കൊരു ജ്യോതിയാണ്. സത്യം ശിവം സുന്ദരമാണ്, മംഗൾക്കാരിയാണ്. ഗുരുനാനക് എന്താ പറയുന്നത്? സത് നാം ഓംകാർ. ജീസസ് ക്രൈസ്റ്റ് എന്താ പറയുന്നത്? ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലൈറ്റ്. हमारे इस्लामिक भाई बहने क्या कहते हैं? अल्लाह एक नूर है. नूर मीन्स അമ്മ പറയാറുണ്ട്, ഈ കുട്ടി എൻ്റെ കണ്ണിൻ്റെ നൂറാണ്, പ്രകാശം, ജ്യോതി. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സ്. എനർജി ഫ്ലോസ്. ആ മനസ്സിനെ കുറച്ച് മുകളിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് നമ്മൾ എടുത്തേ പറ്റൂ. വി ഹാവ് നോ അതർ ചോയ്സ്. ആൻഡ് ഐ എം സോ ഹാപ്പി. 140 രാജ്യങ്ങളിനെ കാട്ടി മുകളിൽ നമ്മൾ ഈ എനർജീനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ സെക്യൂരിറ്റി സർവീസ് വിങ് ഒരു 2 മാസം മുമ്പ് ചൈന പോയായിരുന്നു. റൈറ്റ്. ചൈനയിൽ ഹോങ്കോങ്ങിൽ നമ്മുടെ 2 സെൻറ്റേഴ്സ് ഉണ്ട്, ബീജിങ്ങിൽ 2 സെൻറ്റേഴ്സ് ഉണ്ട്, ഗോൺസാവിൽ ഒരു സെൻറ്റർ ഉണ്ട്. റൈറ്റ്. ഇനി നെക്സ്റ്റ് ട്രിപ്പ് ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ നമ്മൾ പോകുന്ന റഷ്യയിലാണ്. റഷ്യയിൽ വി ഹാവ് ഗോട്ട് മോർ ദാൻ 50 സെൻറ്റേഴ്സ്. അതിനെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. ദ ഹോൾ വേൾഡ്. റഷ്യയിൽ സെൻറ്റർ ഉണ്ട്, നമ്മുടെ യുക്രൈനിൽ സെൻറ്റർ ഉണ്ട്, ഹോങ്കോങ്ങിൽ സെൻറ്റർ ഉണ്ട്, ബീജിങ്ങിൽ സെൻറ്റർ ഉണ്ട്, തൈവാനിൽ സെൻറ്റർ ഉണ്ട്, പാലസ്റ്റീനിൽ സെൻറ്റർ ഉണ്ട്, ഇസ്രയേലിൽ സെൻറ്റർ ഉണ്ട്. വി വർക്ക് വിത്ത് ദ യുണൈറ്റഡ് നേഷൻസ് because we are speaking about energy, we are not speaking about matter. ആ പരമജ്യോതിനെ ഇപ്പം നമ്മുടെ പ്രിയാബേൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് എത്തിക്കും. സോ ഫസ്റ്റ് 3 ഈസ് തിയറി, ലാസ്റ്റ് 2 ഈസ് പ്രാക്ടിക്കൽ. ബി ലൈറ്റ്. എല്ലാവരും പറ. ബി ലൈറ്റ്, ഫീൽ ലൈറ്റ്, സീ ലൈറ്റ്. 4ാമത്തെ അത് വളരെ ഇമ്പോർട്ടൻ്റ്, ഈറ്റ് ലൈറ്റ്. എൻ്റെ അമ്മേ എന്തൊരു സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി നല്ല ഭക്ഷണം നമ്മുടെ രാവിലെ മുതൽ ഇന്നലെ മുതൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ സ്നേഹത്തോടെ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ച് പോകണം. പക്ഷെ ഒരു റിക്വസ്റ്റാണ്, നമ്മുടെ ഈ ശരീരത്തിന് വാസ്തു, ശരീരത്തിന് ഊർജ്ജ നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ 2 കാര്യം നിങ്ങൾ ചെയ്യണം. ഒരു സിമ്പിൾ റിക്വസ്റ്റാണ്, ഇറ്റ്സ് നോട്ട് കമ്പൽസറി, ദാറ്റ്സ് യുവർ ചോയ്സ്.
ആദ്യത്തെ കാര്യം, ഇപ്പം ഗ്ലോബൽ വാർമിങ്ങിനെ നിങ്ങൾ രക്ഷിക്കാൻ നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. ദി ശരീർ ഈസ് മെൻറ്റ് ഫോർ പ്യുവർ വെജിറ്റേറിയൻ ഫുഡ്. അടുത്ത പ്രാവശ്യം തൽപരമായ ടെമ്പറേച്ചർ 50 ഡിഗ്രി എത്തിയിട്ടുണ്ടെങ്കിൽ യു പ്ലീസ് ബ്രിങ് യുവർ മനസ്സ് ഇൻ ടു യുവർ ഡൈനിങ് ടേബിൾ. യെസ്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് ആ മൃതദേഹത്തിന് കൂടുതൽ വെക്കൂല. കുളിച്ചിട്ടാണ് എല്ലാം കഴുകിയിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക. നമ്മുടെ ഫ്രിഡ്ജിലോ നമ്മുടെ കുക്കറിൽ നമ്മുടെ വയറിൽ എന്താണ് പോകുന്നത്? ആൻഡ് ഐ എം കോട്ടിങ് ഇന്റർ ഗവൺമെൻറ് പാനൽ ഫോർ കമ്പാറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഏറ്റവും കൂടുതൽ ആ കാർബൺ ഇത് പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മുടെ ഭക്ഷണമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് IPCC 2 പ്രാവശ്യം നോബൽ പീസ് പ്രൈസ് കിട്ടിയ ആ IPCCയുടെ റിപ്പോർട്ട് നമ്മൾ വായിക്കണം. ഈ ലോകത്തിൽ വളരെ കൂടുതൽ ക്വാളിറ്റി ആൾക്കാർ, സർ ആൽബർട്ട് ഐൻസ്റ്റീൻ, എഡിസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ലിയോനാർഡോ ഡാ വിൻസി, പൈത്തഗോറസ്, പ്ലാറ്റോ, ജോർജ് ബെർണാർഡ് ഷോ, ലിയോ ടോൾസ്റ്റോയ്, മാർക്ക് ട്വെയിൻ, കാർൽ ലൂയിസ്, മാർട്ടിന നവറാത്തിലോവ, മുഹമ്മദ് അലി, അമിതാഭ് ബച്ചൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം, മഹാത്മാ ഗാന്ധിജി, ശ്രീമതി ദ്രൗപദി മുർമുജി ആൻഡ് സ്വാമി ഭായ്, എല്ലാവർക്കും ഒരു കോമൺ ഫാക്ടറാണ് പ്യുവർ വെജിറ്റേറിയൻ. അത് നിങ്ങളുടെ ചോയ്സാണ്. ബട്ട് അത് വളരെ ഡീപ്പായ ഒരു കാർമിക് അക്കൗണ്ടാണ്. നമ്മളൊക്കെ സോഷ്യൽ ലീഡേഴ്സാണ്. സ്നേഹം, ദയ, കരുണ. നമ്മൾ കോഴിക്കോടിൽ എല്ലാവരും അനുമോദിക്കുന്ന ഒരാളുണ്ടായിരുന്നു, സ്നേക്ക് ക്യാച്ചർ. ഒരാളായിരുന്നു സ്ട്രീറ്റ് ഡോഗ്സിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അവരെ മൊത്തം നാട്ടുകാരെ എപ്പം കളിയാക്കുന്നതാണ്. അവർക്ക് ഈ അനുമോദനം കിട്ടിയുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു. എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരെ എപ്പം പരിഹസിക്കുന്ന, ബിക്കോസ് ഞാൻ ആ പട്ടികളിലെ ഭക്ഷണം കൊടുക്കുന്ന അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇന്നും ബ്രഹ്മകുമാരീസ് അനുമോദിച്ചത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. എത്ര പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. റൈറ്റ്? ആ ദയാ കരുണ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഇതെല്ലാം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോകണം. നാളെ മുതൽ എല്ലാ അമ്മമാരും ആരായാലും ശരി, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കണം. നിങ്ങൾ ദേഷ്യത്തോടെ, ഇതെന്നെ ജീവിതമാണ്, ജിന്ദഗി, വേറെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ എന്ത് വൈബ്രേഷൻസ് വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തെത്തും. ബി ലൈറ്റ്, ഫീൽ ലൈറ്റ്, സീ ലൈറ്റ്, ഈറ്റ് ലൈറ്റ്, ഡു ലൈറ്റ്. എന്തെങ്കിലും വിശേഷമായ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം. ഞാൻ ഈ സൊസൈറ്റിയിൽ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. रक्तदान ചെയ്യുന്ന, फल लगाते, फूल लगाते, है ना, कपड़ा दान करते, धन दान देते हैं. പക്ഷേ ഞാൻ ഫീൽ ചെയ്യുന്ന 2 ദാനം ഈ ജ്ഞാനദീപത്തിൽ കാണുന്ന സമയം നിങ്ങളെല്ലാവരും വളരെ കൂടുതൽ ദാനിയാണ്. ഐ അക്നോളേജ് യു, വി വുഡ് ലവ് ടു ഓണർ യു. അതുകൊണ്ടാണ് വിളിച്ചത്. പക്ഷേ ജ്ഞാനദീപം സംബന്ധിച്ച് 2 ദാനം ഞാൻ കാണുന്ന ഏറ്റവും വലുതാണ്. ബിക്കോസ് എനിക്ക് ഓർമ്മയുണ്ട്, 15 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു സെൻറ്ററിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ അച്ഛന് കേശവൻ ഭായ് കുറേ കറങ്ങി ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു ദാനി ആത്മാവാണ് ശശിയേട്ടൻ. നമ്മുടെ SB മെഡിക്കൽസിനെ നമുക്കെല്ലാവർക്കും ഒന്ന് ശശിയേട്ടനും നമ്മുടെ ശാന്തലക്ക ബെഹൻജിക്ക് വളരെ സ്നേഹത്തോട് ധന്യവാദം ചെയ്യണം. അവരാണ് വലിയ മനസ്സ് വെച്ചിട്ട് ഈ 15 സെൻറ്റ് സ്ഥലം നമുക്ക് ദാനം തന്നെ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റി. എന്നാൽ ജഗദാൻ ദേന വലിയൊരു ദാനമാണ്. രണ്ടാമത്തെ വലിയ ദാനം ഞാൻ ഈ ജ്ഞാനദീപത്തിൽ കാണുന്നത്, റൈറ്റ്, നമുക്ക് സ്വാമി വിവേകാനന്ദ വലിയൊരു റോൾ മോഡലാവാം. നമുക്ക് റൈറ്റ് ഡോക്ടർ കലാം വലിയൊരു റോൾ മോഡലാവാം. നമുക്ക് രത്തൻ ടാറ്റ വലിയ റോൾ മോഡലാവാം. ഈ ബ്രഹ്മകുമാരീസിൽ വരുന്ന 95% ആൾക്കാർ ഗൃഹസ്ഥത്തിലിരുന്നത് അച്ഛൻ, അമ്മ, കുട്ടികൾ എല്ലാവരും വരുന്നതാണ്. പക്ഷെ ചില ആൾക്കാർ ഈ പ്രസ്ഥാനത്തിന് വിത്തൗട്ട് എനി ചാർജസ് നിസ്വാർത്ഥമായിട്ട് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഇവരെല്ലാം ആത്മക്കളാണ്. ഇവരൊന്ന് ജോർ ചെയ്ത് ഹം താലിയാൻ ബജായെങ്കിൽ. ഇവരെല്ലാവരും ബാലബ്രഹ്മചാരിയാണ്. ഇവരടുത്ത് ചോദിച്ചാൽ ഇവർ പറയും, നമുക്ക് 2 കുട്ടികൾ, കുറച്ച് ഫാമിലി മാത്രമല്ല, ലോകം മൊത്തം ഫാമിലിയാണ്. നമ്മുടെ ബാബുഭായ് എന്നാ കച്ച് ഗുജറാത്തിൽ നിന്ന് വന്നതാണ്. കച്ച് സേ 71 ഇയേഴ്സ് ഓഫ് ഏജ്. കഴിഞ്ഞ 51 ഇയേഴ്സ് ആയിട്ട് ബാലബ്രഹ്മചാരി ആയിട്ട് ജീവിക്കുവാണ്. റൈറ്റ്? അവർ മൊത്തം, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ വളരെ പ്രശസ്തിയാണ്. പക്ഷേ ഇവരിനെ കാട്ടി കൂടുതൽ ഇവരുടെ അച്ഛനമ്മ പുത്രദാൻ ദേന, കന്യാദാൻ ദേന, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ്റെ അച്ഛനമ്മക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് കൈയടിക്കാം. ബി ലൈറ്റ്, ഫീൽ ലൈറ്റ്, സീ ലൈറ്റ്, ഈറ്റ് ലൈറ്റ് ആൻഡ് ലാസ്റ്റ് ഇസ് ഡു ലൈറ്റ്. റൈറ്റ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ? പിന്നെ നമുക്ക് 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ? ഞാൻ കുറച്ച് സമയം മുമ്പ് ഹാഡ് ഗോൺ ടു ബനാറസ്. ബനാറസ് ഇസ് എ ഹോളി ടൗൺ ഫോർ ഹിന്ദുസ്. അവിടെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അവിടെ എത്തിയിട്ട് ശരീരം വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കുറേ ആൾക്കാരുടെ ഭാവം അവൻ്റെ മോക്ഷം കിട്ടും.
അപ്പോൾ കുറച്ച് സമയം മുമ്പ് ഞാൻ ഇന്ത്യ ടുഡേയിലെ ഒരു മുക്തിധാം ഒരു ആശ്രമത്തിൻ്റെ റിപ്പോർട്ട് വായിച്ചായിരുന്നു. അപ്പോൾ 2-3 മാസം മുമ്പ് ഞാൻ ബനാറസിൽ പോയായിരുന്നു. അപ്പം ബനാറസിലെ മുക്തിധാമത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കി. അവിടുത്തെ ആശ്രമത്തിൻ്റെ ആൾക്കാർ വളരെ സ്നേഹമില്ല ആൾക്കാരാണ്. അപ്പോൾ കുറേ ആൾക്കാർ ക്യാൻസർ പേഷ്യൻസ്, ടെർമിനലി ഇൽ പേഷ്യൻസ്, പാലിയേറ്റീവ് കെയർ, പിന്നെ വൃദ്ധാവസ്ഥയിലെ ആൾക്കാർ അവിടെ വരിക. ആശ്രമത്തിൽ വന്നിട്ട് ശരീരം ഉപേക്ഷിക്കണം, മോക്ഷം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഈ ആശ്രമത്തിൻ്റെ ആൾക്കാർ വളരെ സ്നേഹത്തോട്, അവനെ കുട്ടികൾ അത്ര സ്നേഹം കൊടുക്കാത്ത ആൾക്കാരാണ്. ബിക്കോസ് ഏത് സമയത്ത് അന്തിമ സമയമായിരിക്കും. അപ്പം കുറേ ആൾക്കാർ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇത്ര ആൾക്കാർ വരുമ്പം അവർക്ക് ലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുക? അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചു, നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ലാസ്റ്റ് സമയം ആത്മാവ് ഇവിടുന്ന് ശരീരം വിടാൻ വേണ്ടിയിട്ട് ഹാർദിക് സ്വാഗതമാണ്. പക്ഷെ ഒരു കണ്ടീഷനാണ്, ഒരാഴ്ചത്തിനടക്കം നിങ്ങൾ മുകളിലോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകും. എന്താ ചെയ്യണ്ടേ? വഴിയില്ല. അപ്പോൾ ആൾക്കാരോട് വരും. ലാസ്റ്റ് സ്റ്റേജിൽ ഡോക്ടേഴ്സ് പറയുമ്പോൾ 2-3-24 മണിക്കൂർ അവർ മാത്രമേ അവിടെ വരുള്ളൂ. അവിടെ വരും. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, മുകളിലോട്ടേക്ക് പോകുന്നില്ല. അപ്പം ഭയങ്കര BP കൂടും. എൻ്റെ അമ്മേ, ഇനി 3-4 ദിവസം ബാക്കിയുള്ളൂ, ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ മോക്ഷം വിടും, ഇനി വീണ്ടും വീട്ടിലേക്ക് പോകേണ്ടി വരും. കുട്ടിക്കും വിഷമം, നമുക്കും വിഷമം. അപ്പോൾ ഇത് ആശ്രമത്തിൻ്റെ ആൾക്കാർ അവരുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ ഇരിക്കും. ऊपर जाना है, हाँ जाना है, लेकिन जा नहीं रहे, कैन वी हेल्प यू, मदद करो, യെസ് മദത് കറോ. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഇരുന്നിട്ട് ചോദിക്കും, ഈ ജന്മത്തിൽ ആരെങ്കിലും നിങ്ങൾ ദുഃഖം തന്നിട്ടുണ്ടോ? ആ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, बहुत दुख दिया उसने, दिख दिया उसने, दुख दिया उसने, ദുഃഖം തന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ പറയും, ऊपर अगर जाना है ना तो जो भी लोग ने आपको दुख दिया है അവർ മാപ്പ് കൊടുക്കുക, forgive them. പിന്നെ മെല്ലെ അവർ ചോദിക്കും, കുറേ ആൾക്കാർ ദുഃഖം തന്നിട്ടുണ്ടല്ലോ, യെസ്, നിങ്ങൾ ഈ ജന്മത്തിൽ ആർക്കെങ്കിലും ദുഃഖം കൊടുത്തിട്ടുണ്ടോ? ആ അതും കുറേ പേരുണ്ട്. ഇന്നൊരു കാര്യം അവരുടെ അടുത്ത് മാപ്പ് ചോദിക്കുക. പിന്നെ ആശ്രമത്തിന് ആൾ സൈഡിലിരിക്കും, മെല്ലനെ കണ്ണടക്കും, അവർക്കൊരു കമൻട്രി പറഞ്ഞു കൊടുക്കും. റൈറ്റ്. പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് അവർ വന്ന് നോക്കിയാൽ അവർ പോയി. ഞാൻ ഈ പ്രാവശ്യം ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത സദൻ നേവൽ കമാൻഡാണ്. 4:30 പ്രോഗ്രാം വെച്ചു. ചോട്ടാ അഗ്നിവീർ ഉണ്ടായിരുന്നു, ഓഫീസേഴ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആസനം എന്തായിരുന്നു അറിയോ? ഒന്ന് ഗസി, ശവാസൻ. കിतना अच्छा आसन है, ये आसन में हमको लेटाते रहो. നിങ്ങൾ സ്പിരിച്വാലിറ്റിന് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഒരു ദിവസം നിങ്ങളും ഞാനും ആ അന്തിമാസനിൽ കടക്കേണ്ടി വരും. ശവാസൻ മാറ്റർ, അതൊന്നെങ്കിൽ ദഹിപ്പിക്കണം, അല്ലെങ്കിൽ കത്തിക്കണം. ആ ആത്മാവ് ശരീരം വിടുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആ ദിവസം നമുക്കെല്ലാവർക്കും അനുഭവം ചെയ്യാം. പക്ഷേ spirituality is preparing ourselves for that wonderful journey. So I welcome all of you to this beautiful journey of meditation. നമുക്കിപ്പം പ്രിയാബൻ വളരെ സ്നേഹത്തോട് ഒരു കുറച്ച് സമയം, കൂടുതൽ സമയം എടുക്കില്ല, ആ മനസ്സിന് എങ്ങനെയാണ് നമ്മൾ ഒരു റൂട്ടീൻ കൊടുക്കേണ്ടത് ഒരു സിമ്പിൾ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ കോഴ്സാണ്. നിങ്ങൾ ജ്ഞാനദീപത്തിൽ വന്നിട്ട് സൗജന്യമായിട്ട് നമ്മൾ സൗമ്യാബൻ, രഞ്ജിത് ഭായൊക്കെ വളരെ സ്നേഹത്തോട് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ പഠിപ്പിച്ചു തരും. So it's a great pleasure and honor to honor all of you, to welcome all of you. Thank you very much. Om Shanti. Namaskaram. ഈ സമയം അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? താങ്ക് യു സ്വാമി ഭായ്. ഇനിയും നമുക്ക് ചാൻസ് ഉണ്ട്. നിങ്ങളെ അത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. സ്വാമി ഭായിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൗകിക് ബ്രദർ ഗിരീഷ് ഭായ് എല്ലാം നമ്മൾ ഈ സെൻറ്ററിൻ്റെ സന്താനങ്ങളാണ്. മഹാഭാഗ്യവാന്മാരാണ് തളിപ്പറമ്പ് സെൻറ്ററിൽ വരുന്നവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇവിടെ വരിക. 7 days കോഴ്സ് എടുക്കുക. പരിപാടി നമുക്കധികം നീട്ടേണ്ട, സമയം വൈകിക്കൊണ്ടിരിക്കുന്ന യോഗ എന്നുള്ള ശബ്ദം പിന്നെ സ്വാമി ഭായ് ഇപ്പോഴും പറഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റിയുള്ള പരിചയം തന്നെ ശ്വേതാ സിസ്റ്ററും പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ സർവകലാശാലയുടെ 4 പാഠ്യവിഷയങ്ങളാണ് ജ്ഞാനം, യോഗം, ധാരണാസേവ. യോഗത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. മെഡിറ്റേഷൻ ഈസ് മെഡിക്കേഷൻ. യുജ്യത്തെ അനേന ഇതി യോഗ. 2 എന്ത് ചേരുന്നു അതിനാണ് യോഗ എന്ന് പറയുന്നത്. ഇവിടെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള യോജിക്കലാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആത്മാവും പരമാത്മാവും. മെഡിറ്റേഷനെ പറ്റി
പറയാനല്ല, അത് പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കാൻ കണ്ണൂർ ചാലാട് സെൻറ്ററിൻ്റെ ഇൻചാർജ് പ്രിയ സിസ്റ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ കണ്ടിന്യൂഷനായി ജയശ്രീ സിസ്റ്ററും തയ്യാറായിരിക്കുക, സ്റ്റേജിൽ വന്ന് നിൽക്കാം. ആ ഡീപ്നെസ്സിൽ പോകുന്നതോടൊപ്പം അവരുടെ മനോഹരമായ ഒരു ഗാനത്തിൽ ഊളിയിട്ട് നമുക്ക് ഇതിൻ്റെ അനന്ത തലങ്ങളിലേക്കും ചെല്ലാം. പ്രിയ സിസ്റ്റർ ചെയ്യാൻ പോകുന്നത് 5 ലൈറ്റിനെ കുറിച്ച് കാരണം എനിക്കറിയാം ഇത് ലൈറ്റാണോ ഇപ്പോൾ, എന്നാലല്ലേ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും. ഫസ്റ്റ് ലൈറ്റ് എന്തായിരുന്നു? ബി ലൈറ്റ്. സെക്കൻഡ് ലൈറ്റ് ഫീൽ ലൈറ്റ്. തേർഡ് ഫീൽ ലൈറ്റ്. ഫോർത്ത് ഈറ്റ് ലൈറ്റ്. ഫിഫ്ത്ത് ഡു ലൈറ്റ്. ഇപ്പോൾ ഈറ്റ് ലൈറ്റ് കണക്റ്റഡ് ആണ് ഡു ലൈറ്റ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിക്ക് തോന്നി ചിലർ പേടിച്ചിട്ടുണ്ടാകാം, നാളെ എങ്ങനെ ഇവിടെ ക്ലാസ്സിൽ വരുന്നുണ്ടുള്ള ചിന്ത മനസ്സിൽ വന്നോ എന്നുള്ളവർക്കൊരു സംശയം. കാരണം പൊതുവെ ആ ഒരു ആഹാര രീതി, പക്ഷെ നമുക്കറിയാം ജൈസ അൻ വൈസ മൻ, ഏതുപോലെ ആഹാരം അതുപോലെ മനസ്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് അതിലേക്ക് നമുക്ക് കടക്കാം, മെഡിറ്റേഷനിലേക്ക്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും ഒന്ന് ലൈറ്റായിട്ടിരിക്കുക, എന്ന് വെച്ചാൽ നടുന്നുവർന്നിരിക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക. ഉറക്കത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ സ്വാമിനാഥൻ ഭായി 2 പോയിന്റ് എനിക്ക് പറഞ്ഞു തന്നു. നാം എല്ലാവരും ഭൗതികമായ ഈ ദേഹത്തെ ചലിപ്പിക്കുന്ന ഒരു അവിനാശിയായ ദിവ്യ ജ്യോതിയാണ്. ദേഹത്തിൻ്റെ തിരുനെറ്റിയിലായി അതിസൂക്ഷ്മമായി പ്രകാശിക്കുന്ന ഒരു ദിവ്യ പ്രകാശം, ഒരു ഡിവൈൻ ലൈറ്റ്. വിളക്കിൽ മണിച്ചിരാതിൽ അഖണ്ഡമായി പ്രകാശിക്കുന്ന ആത്മജ്യോതിസാണ് മനക്കണ്ണിലൂടെ ഞാൻ എൻ്റെ ദിവ്യരൂപത്തെ കാണുകയാണ്. അതിൻ്റെ ദിവ്യപ്രഭയെ ഞാൻ അനുഭവിച്ചിരിക്കുകയാണ്. എത്ര സുന്ദരമായ ദിവ്യമായ പ്രകാശമാണ്. I am a light of divinity. I am a light of love. I am a light of peace. I am a light of purity. I am a light of happiness. I am a light of power. Feel the light within, spreading throughout my body, cells, from the soul, മുഴുവൻ ശരീരത്തിലേക്ക് ആ ചൈതന്യ പ്രകാശപ്രഭ പ്രസരിക്കപ്പെടുന്നതായി അനുഭവം ചെയ്യുക.
സഹോദരിമാരിലേക്കും ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലേക്കും എന്നിൽ നിന്നും ആ ദിവ്യപ്രകാശം പ്രസരിക്കപ്പെടുകയും ഈ നിമിഷം ഞാൻ എന്നിൽ പ്രതിജ്ഞയെടുക്കുകയാണ്. ഞാൻ സദാ ഈ ദേഹത്തിൽ ഇരിക്കുന്ന നിമിഷം വരെ എൻ്റെ ദൃഷ്ടിയിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ കർമ്മത്തിലൂടെ ശാന്തി, സ്നേഹം, ദയ സർവർക്കും നൽകിക്കൊണ്ട് ഈ സമൂഹത്തെ, ഈ ലോകത്തെ ഒരു സ്വർഗമാക്കി മാറ്റാം. ഓം ശാന്തി, ശാന്തി, ശാന്തി. ഓം ശാന്തി. തൊഴുന്നേ മഹാശൈലാധിപ നിന്നെ ഇതായിന്നു തൊഴുന്നേ മഹാ